നമസ്കാരം സുഹൃത്തുക്കളെ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FYUGP രണ്ടാം സെമസ്റ്റർ ബികോം മാനേജ്മെന്റ് സ്റ്റഡീസ് വിദ്യാർത്ഥികളുടെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് മലയാളം, വിനിമയ മലയാളവും വാണിജ്യ രചനയും ഈ പാഠപുസ്തകത്തിലുള്ള ഹിഗ്വിറ്റ എന്ന NS മാധവന്റെ കഥയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ ഈ കഥയല്ല നമുക്ക് പഠിക്കാനുള്ളത്. ഈ കഥ വായിച്ചിട്ട് ഈ കഥയുടെ വിമർശനാത്മക രചന നിങ്ങൾ എഴുതണം. അതാണ് നമുക്ക് സിലബസിലുള്ളത്. കുട്ടികൾ സംഘപ്രവർത്തനമായിട്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ ആ കഥ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് വായിച്ചിട്ടാണ് നിങ്ങൾ വിമർശനാത്മക രചന നടത്തേണ്ടത്. ഹിഗ്വിറ്റ NS മാധവൻ. അപ്പോ ഈ ഒരു കഥയെ കുറിച്ച് പറയുന്നതിന് മുമ്പേ നിങ്ങൾ പറ്റുമെങ്കിൽ NS മാധവന്റെ കഥകളൊക്കെ എടുത്തൊന്ന് വായിച്ചു നോക്കും കേട്ടോ. എല്ലാം വളരെ 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 മികച്ച കഥകളാണ്. അദ്ദേഹത്തിന്റെ കഥകളിൽ അദ്ദേഹം കാണിച്ച ധൈര്യം കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും വാവുന്ന്. ആ രീതിയിലുള്ള കഥകളാണ് അദ്ദേഹത്തിന്റെ. ഏതായാലും ഈ ഹിഗ്വിറ്റ NS മാധവന്റെ ഈ ഹിഗ്വിറ്റ എന്ന കഥയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ഇതിന്റെ ഒക്കെ നോട്ട്സ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കാണുന്ന ലിങ്കിലൂടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ. നോട്ട് തരാട്ടോ, എഴുതി തരാം. അപ്പോ ഹിഗ്വിറ്റ NS മാധവൻ. ആരും തന്നെ ഈ പേര് ഹിഗ്വിറ്റ, എന്താണ് ഈ ഹിഗ്വിറ്റ? സ്ട്രേഞ്ച് നൈം അല്ലേ? കൊളംബിയൻ ഫുട്ബോൾ ഗോൾ കീപ്പറിന്റെ പേരാണ് ഹിഗ്വിറ്റ. അറിയപ്പെട്ട പ്രശസ്തനായ ഒരു കൊളംബിയൻ ഫുട്ബോൾ ഗോൾ കീപ്പർ ആയിരുന്നു ആര്? ഫുൾ നെയിം ജോസെ റെന ഹിഗ്വിറ്റ സപ്പാറ്റ എന്നാണ്. ഹിഗ്വിറ്റ എന്ന് നമ്മൾ ചുരുക്കി പറയും. ഇദ്ദേഹം ശരിക്കും ഒരു ഗോളി അല്ലെങ്കിൽ ഒരു ഗോൾ കീപ്പർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ റോൾ എന്താണ്? ഗോൾ കീപ്പറിന്റെ റോൾ എന്ന് പറയുന്നത് ആ ഒരു പോസ്റ്റിലൂടെ പോകുന്ന ആ ഗോള് അല്ലെങ്കിൽ ആ ബോള് മൊത്തം സേവ് ചെയ്യുക, പിടിച്ചു വെക്കുക എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, ഒരു ഗോൾ കീപ്പറെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള പ്ലേയേഴ്സ് ഒക്കെ ഓടിച്ചാടി ബോളിന് പിന്നാലെ ഓടുമ്പോൾ എത്ര നേരം ഇയാൾ ആ പോസ്റ്റിന് നേരെ ഇങ്ങനെ ഇരിക്കണം? വല്ലാത്തൊരു ഏകാന്തതയല്ലേ അത്? ശരിക്കും ഈ ഹിഗ്വിറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ ഞെട്ടിച്ച ഗോൾ കീപ്പറാണ്. അദ്ദേഹം ഒരു ഗോൾ കീപ്പറാണ്, അവിടെ നിന്ന് ബോൾ പിടിച്ചാൽ മതി. പക്ഷെ ഇദ്ദേഹം ബോളിന്റെ പിന്നാലെ പായുമായിരുന്നു. അങ്ങനെ ആ കോർട്ടിന്റെ പകുതി വരെ എത്തുമായിരുന്നു. അതുവരെയുള്ള ഗോൾ കീപ്പർ സങ്കല്പങ്ങളെല്ലാം മാറ്റി തിരുത്തി കുറിച്ച ആളാണ് ആര്? ഹിഗ്വിറ്റ. അത്രത്തോളം വെറൈറ്റി ആയിരുന്നു, വ്യത്യസ്തനായിരുന്ന ഒരു പേഴ്സൺ ആയിരുന്നു ആര്? ഹിഗ്വിറ്റ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു സ്കോർപിയോൺ കിക്ക് എന്ന് പറയുന്ന ഒരു കിക്ക് ഉണ്ട്. അത് സ്കോർപിയോൺ തേൾ കിക്ക് എന്ന് പറയും. ഞാൻ കാണുന്നുണ്ടോ? ഈ കിക്ക് ശരിക്കും ഭയങ്കര പ്രശസ്തമാണ്. ശരിക്കും നോക്കൂ, ആ ഒരു ഗോൾ കീപ്പർ ആ പോകുന്ന ബോൾ പിടിച്ചാൽ മതി, എറിഞ്ഞു കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒറ്റ കിക്ക് കൊടുത്താൽ മതി. പക്ഷെ ഈ രീതിയിൽ സാഹസങ്ങൾ കാണിക്കുക, അല്ലെങ്കിൽ ഇത്രയും ബോറടിയുള്ള ഒരു പരിപാടിയെ എൻജോയ് ചെയ്യിപ്പിക്കുക, ഇത് തന്നെയായിരുന്നു പുള്ളി. അങ്ങനെ ലോക പ്രശസ്തനായിരുന്നു ആര്? ഹിഗ്വിറ്റ. ഹിഗ്വിറ്റയെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പോയിന്റ്, അദ്ദേഹം വെറുതെ ബോൾ പിടിച്ചാൽ മതിയായിരുന്നു, പക്ഷെ അദ്ദേഹം മറ്റു പലതും അവിടെ ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. അതവിടെ വെച്ചോ കേട്ടോ. അതൊന്നും അല്ല ഈ കഥയിൽ പറയുന്നത്. അതും ഇതും ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് നമുക്ക് ലാസ്റ്റ് കിട്ടും. അപ്പൊ കഥയിലേക്ക് പോവാം. ഹിഗ്വിറ്റ NS മാധവൻ. പെനാൽറ്റി കിക്ക് കാത്തു നിൽക്കുന്ന ഗോളിയുടെ ഏകാന്തത എന്ന ജർമ്മൻ നോവലിനെ കുറിച്ച് ഇറ്റലിയിൽ നിന്നെത്തിയ സാഹിത്യ സ്നേഹിയായ ഫാദർ കപ്രിയറ്റി ഗീവർഗീസ് അച്ഛനോട് ഒരിക്കൽ ഏറിയാൽ 2 തവണ പറഞ്ഞിരിക്കണം. നോവലിന്റെ പേര് കേട്ടപ്പോൾ തന്നെ ഗീവർഗീസ് അച്ഛനെ അത് വായിച്ച പോലെ തോന്നി. ഒരു തവണയല്ല, പല തവണ. അപ്പൊ പ്രധാന കഥാപാത്രം ഗീവർഗീസ് അച്ഛൻ ഒരു പള്ളിയിൽ അച്ഛനാണ് കേട്ടോ. അപ്പൊ പെനാൽറ്റി കിക്ക് കാത്തു നിൽക്കുന്ന ഗോളിയുടെ ഏകാന്തത എന്ന ജർമ്മൻ നോവലിനെ കുറിച്ച് ഇറ്റലിയിൽ നിന്നെത്തിയ സാഹിത്യ സ്നേഹിയായ ഫാദർ കപ്രിയറ്റി ഗീവർഗീസ് അച്ഛനോട്, നമ്മുടെ പ്രധാന കഥാപാത്രമായ ഗീവർഗീസ് അച്ഛനോട് ഒരിക്കൽ ഏറിയാൽ 2 തവണ പറഞ്ഞിരിക്കണം. നോവലിന്റെ പേര് കേട്ടപ്പോൾ തന്നെ ഗീവർഗീസ് അച്ഛൻ അത് വായിച്ച പോലെ തോന്നി. ഒരു തവണയല്ല, പല തവണ. നമ്മുടെ ഗീവർഗീസ് അച്ഛൻ ഒരു ഫുട്ബോൾ പ്രേമിയാണ്. എല്ലാവരാലും ഒറ്റുകൊടുക്കപ്പെട്ട് 2 കൈകളും വിടർത്തി ഗോളി പെനാൽറ്റി കിക്ക് കാത്തു നിൽക്കുന്നു. അല്ലെ, പെനാൽറ്റി കിക്ക് പെനാൽറ്റി ആയിട്ടും പറയാലോ. ഗോളി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഗാലറികളിൽ 50,000 തുപ്പൽ പറ്റിയ തൊണ്ടകൾ, അത്രയും കാണികൾ അപ്പോൾ നിശബ്ദരായിരിക്കും. അതെ, ഈ പെനാൽറ്റി കിക്ക് ഗോളാകുമോ, ഗോളി അത് പിടിക്കുമോ എന്നൊക്കെ ഇങ്ങനെ നിശബ്ദരായിരിക്കും. ഒരു കാണി മാത്രം ഇടയ്ക്ക് 3 തവണ കൂവും. ഇങ്ങനെ പല കഥകളിലൂടെ ഗോളിയുടെ ജന്മ പരമ്പരകൾ ഗീവർഗീസ് അച്ഛൻ മനസ്സിൽ സൃഷ്ടിച്ചു കൊണ്ടിരുന്നു. ആ ജർമ്മൻ നോവൽ വായിക്കണം എന്ന് അച്ഛന് തോന്നിയതേയില്ല. അതോടെ ഗോളിയുടെ ജാതക കഥകൾ അവസാനിക്കും. പിന്നെ നോവലിൽ എഴുതിയത് മാത്രമായി അവന്റെ കഥ ചുരുങ്ങുന്നു. അതായത് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഗോളിയെ കുറിച്ച് കുറേ കഥകളുണ്ട്. അപ്പൊ വെറുതെ ആ പുസ്തകം വായിച്ചിട്ട് അത് മാത്രമായിട്ട് ചുരുക്കി കളയേണ്ടത് എന്റെ മനസ്സ്. ആദ്യത്തെ കുറച്ചു ദിവസം ഗോളി മാറ്റമില്ലാതെ യേശു ക്രിസ്തു ആയിരുന്നു. 1-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് കർത്താവ് പല പന്തുകളും തട്ടിമാറ്റി. ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ കൂടി പോകുന്ന കാര്യങ്ങളാണ് ഗീവർഗീസ് അച്ഛന്റെ. കുറച്ചു നാളുകൾക്ക് ശേഷം പെട്ടെന്ന് ഗോളിയെത്തായി. ക്രിസ്ത്യൻ കഥകളിലുള്ള കേട്ടോ. ഒന്ന് മുറുമുറുക്കുവാൻ ഇരു ചെവി പോലും ഇല്ലാതെ ആകാശം മുട്ടി നിൽക്കുന്ന ഏകാന്തതയിൽ കവണിയിൽ നിന്ന് തൊടുത്തുവിട്ട പെനാൽറ്റി കിക്ക് കാത്ത് ഗോളി നിന്നു. ബഹുരൂപിയായ ഗോളിയുടെ സാധ്യതകൾ ദിവസം പ്രതി വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തകൾ ഇങ്ങനെ പോവാണ്.
ഗീവർഗീസ് അച്ഛന്റെ ഇടവക തെക്കൻ ദില്ലിയിലായിരുന്നു. ഗീവർഗീസ് അച്ഛന്റെ ഇടവക ഏതാണ്? തെക്കൻ ദില്ലിയാണ്. കുറച്ച് മലയാളികൾ, ബീഹാറിൽ നിന്നെത്തിയ വീട്ടുവേലക്കാരികളായ ഏതാനും ആദിവാസി പെൺകുട്ടികൾ, വിശ്വാസികളായി അത്രയും പേരെ ഉണ്ടായിരുന്നുള്ളൂ. നോക്കൂ, ചെറിയൊരു ഇടവകയാണ് അച്ഛൻ്റെത്. ആഴ്ചയിൽ ഒരിക്കൽ അച്ഛൻ ബിഷപ്പിനെ കാണുവാൻ പോകും. വല്ലപ്പോഴും സാഹിത്യം ചർച്ച ചെയ്യുവാൻ ഫാദർ കപ്രിയറ്റി എത്തിച്ചേരും. അടുത്ത കാലത്ത് കുറച്ചാഴ്ചകളായി കുർബാന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആദിവാസി പെൺകുട്ടി ലൂസി മരണ്ടി അച്ഛനെ കാത്തു നിൽക്കാറുണ്ടായിരുന്നു. അപ്പോ അച്ഛൻ്റെ ആ ഒരു ജീവിതമാണ് കാണിച്ചത്. തെക്കൻ ദില്ലിയാണ്, അവിടെയാണ് അച്ഛന്റെ ഇടവക. അതാണ് ഇടവക. കുറച്ച് മലയാളികളും കുറച്ച് ബീഹാറിൽ നിന്ന് വന്ന വീട്ടുവേലക്കാരികളായ ആദിവാസി പെൺകുട്ടികളൊക്കെയാണ് അവിടെ വിശ്വാസികളായിട്ടും ഉള്ളൂ. കുറച്ചു പേരേ ഉള്ളൂ. പിന്നെ ബിഷപ്പിനെ കാണാൻ പോകും, കപ്രിയേറ്റ് വരുമ്പോൾ കുറച്ച് സാഹിത്യ ചർച്ച, അത്രയൊക്കെ അച്ഛന്റെ ജീവിതം. അതൊക്കെയാണ് അച്ഛന്റെ ജീവിതം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട്, കുറച്ച് ആഴ്ചകളായിട്ട് കുർബാന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആദിവാസി പെൺകുട്ടി ലൂസി മരണ്ടി അച്ഛനെ കാത്തു നിൽക്കാറുണ്ടായിരുന്നു. ഫാദർ അയാൾ പിന്നെയും വന്നു. കഴിഞ്ഞ തവണ കണ്ടപ്പോൾ ലൂസി പറഞ്ഞു. ആര് ലൂസി? അച്ഛൻ ചോദിക്കാണ്. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പറഞ്ഞില്ലേ, അതേ ആള്. ആരോ ലൂസിയുടെ പിന്നാലെ കൂടുന്നുണ്ട്. അയാളുടെ പേരെന്താണെന്നാണ് നീ പറഞ്ഞത്? അച്ഛൻ ചോദിച്ചു. ജബ്ബാർ. അതെ, ജബ്ബാർ, ഞാൻ ഓർക്കുന്നു. അയാൾ എന്തിനാണ് വന്നത് എന്ന് അച്ഛൻ ലൂസിയോട് ചോദിച്ചു. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ അതേ കാര്യത്തിന്. ഗീവർഗീസ് അച്ഛൻ ദുർബലമായി മൂളി. ജസ്റ്റ് ഒന്ന് മൂളി ചെയ്തിട്ടുള്ളൂ. പിന്നെയും അയാൾ എന്നോട് കൂടെ ചെല്ലാൻ പറഞ്ഞു. അപ്പൊ ഈ ലൂസിയോട് കൂടെ ചെല്ലാൻ പറയുന്നുണ്ട് ആര്? ജബ്ബാർ. അയാൾ ഇടക്കിടയ്ക്ക് ഇവിടെ ജോലി ചെയ്യുന്ന വീട്ടിൽ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു സങ്കടവും കൊണ്ടാണ് നമ്മുടെ ഗീവർഗീസ് അച്ഛന്റെ അടുത്ത് ലൂസി എത്തിയിട്ടുള്ളത്. ഓർമ്മകൾ പെട്ടെന്ന് അച്ഛന്റെ മനസ്സിൽ ഉൽക്കകളായി പെയ്തു. ആദിവാസികളിൽ നിന്ന് കോഴിയും മഹൂവയും തോറത്തുണിയും വാങ്ങി പുറത്ത് വിറ്റിരുന്ന ഒരു ഇടനിലക്കാരനായിരുന്നു ജബ്ബാർ. കുറച്ചു കഴിഞ്ഞപ്പോൾ, പ്രത്യേകിച്ചും പഞ്ഞമാസങ്ങളിൽ, ദാരിദ്ര്യമുള്ള മാസങ്ങളിൽ ആദിവാസി പെൺകുട്ടികളെ ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് ജബ്ബാർ പുറത്തേക്ക് കൊണ്ടുപോകുവാൻ തുടങ്ങി. അങ്ങനെയാണ് റാഞ്ചിയിൽ നിന്ന് തീവണ്ടി കയറി കടുകെണ്ണ മണക്കുന്ന സ്റ്റേഷനുകൾ പിന്നിട്ട് ലൂസി ദില്ലിയിൽ എത്തിയത്. അപ്പൊ ആദിവാസികൾക്കിടയിൽ കച്ചവടം നടത്തുന്ന ഒരാളായിരുന്നു ആര്? ജബ്ബാർ. ഇങ്ങനെ പെൺകുട്ടികളെ കൊണ്ടുവന്ന പരിപാടി ഉണ്ട് അയാൾക്ക്. അങ്ങനെ ജോലി ശരിപ്പെടുത്തി കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ലൂസി എവിടെ എത്തുന്നത്? റാഞ്ചിയിൽ നിന്ന് ദില്ലിയിൽ എത്തുന്നത്. ഇപ്പം ജബ്ബാർ പറയാണെന്ത്? അവളോട് കൂടെ പോകാനാണ് പറയുന്നത്. ജോലി കൊടുക്കാനും പറഞ്ഞായിരുന്നു കൊണ്ടുവന്നത്. എന്നിട്ട് നോക്കാം, വാക്ക് തെറ്റിക്കാതെ ജബ്ബാർ ലൂസിക്ക് ഒരു വീട്ടിൽ ജോലി ശരിപ്പെടുത്തി. മാസാമാസം ജബ്ബാർ അവളെ കാണുവാൻ എത്തിയിരുന്നു. ആദ്യം അയാൾ പൈസ ചോദിക്കുമോ എന്ന് ലൂസി പേടിച്ചു. ജോലി ശരിപ്പെടുത്തി കൊടുത്തതല്ലേ, ഇവിടെ ഒരു വീട്ടു ജോലി, അപ്പൊ പൈസ കമ്മീഷൻ ചോദിക്കുമെന്ന് ലൂസി പേടിച്ചു. എന്നാൽ ജബ്ബാർ ആകട്ടെ എല്ലാ തവണയും ലൂസിക്ക് സമ്മാനമായി എന്തെങ്കിലും കൊണ്ടുചെല്ലും. നെറ്റിയിൽ ഒട്ടിച്ചു വെക്കാവുന്ന പൊട്ടുകൾ, ചന്ദനം മണക്കുന്ന പൗഡർ, ലൂസിയുടെ ആദ്യത്തെ അസൽ ബ്രേസിയസ്, അതും കറുത്ത നിറമുള്ളത്. നോക്കൂ, ജബ്ബാർ ആ പെൺകുട്ടിയെ അവിടെ ഒരു വീട്ടു ജോലിക്ക് റാഞ്ചിയിൽ നിന്ന് കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവളെ പൈസ വാങ്ങി ചൂഷണം ചെയ്യല്ല ചെയ്യുന്നത്. പകരം അവൾക്ക് കൊടുക്കുന്ന സമ്മാനങ്ങളൊക്കെ നോക്കൂ, ആ ഒരു സ്ത്രീത്വം ഉണർത്തുന്ന, അല്ലെങ്കിൽ സ്ത്രീയുടെ ഇപ്പൊ പൊട്ട്, അതുപോലെ തന്നെ പിന്നെ പൊട്ട്, പൗഡർ, ബ്രേസിയസ്, ഇതൊക്കെ എന്ന് പറയുമ്പോൾ എന്താണ്? സ്ത്രീകളുടേതാണ്. ആ പെൺ ഉൽപ്പന്നങ്ങളാണ് അവൾക്ക് എപ്പോഴും കൊണ്ടുപോയി കൊടുക്കുന്നത്. അയാളുടെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഒരു ദിവസം ജബ്ബാർ ലൂസിയോട് പറഞ്ഞു, പണി നിർത്തി നീ എന്റെ കൂടെ വാ. ലൂസി നിസ്സംശയം അത് തന്നെ ചെയ്തു. പണി നിർത്തി കൂടെ പോയി. അവിശ്വസിക്കാറൊന്നും ഇല്ലല്ലോ, ഇങ്ങനെ ജോലി ശരിയാക്കി തന്നു, ഇടയ്ക്കിടയ്ക്ക് ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അന്ന് വൈകുന്നേരം ജബ്ബാർ അവൾക്ക് മഞ്ഞയിൽ ചുവന്ന പുള്ളികൾ ഉള്ള റെഡിമെയ്ഡ് സൽവാറും കമ്മീസും കൊണ്ടുവന്ന് കൊടുത്തു. ചുവന്ന നൈലക്സിന്റെ ദുപ്പട്ട കൊണ്ട് തല മൂടി, കറുത്ത കാപ്പിരി ചുണ്ടുകളിൽ തിളങ്ങുന്ന കറുത്ത ലിപ്സ്റ്റിക് അണിഞ്ഞ് കൂടെ ചെല്ലുവാൻ ലൂസിയെ ജബ്ബാർ നിർബന്ധിച്ചു. മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. അഴകിയ ലൂസിയും ജബ്ബാറും ചെന്നെത്തിയത് ഒരു ഹോട്ടൽ മുറിയുടെ മുന്നിലായിരുന്നു. മുറിയിൽ കയറും മുമ്പ് ജബ്ബാർ പറഞ്ഞു, ഞാൻ വരുന്നില്ല. മുറിക്കുള്ളിലെ സേട്ട് നല്ല മനുഷ്യനാ. അയാളുടെ വെപ്രാളം കണ്ടിട്ട് ആദ്യത്തെ തവണയാണെന്ന് തോന്നുന്നു. നിന്റെ ഭാഗ്യം, മുറിയിൽ കയറിയാൽ ഉടനെ 750 രൂപ അയാൾ തരും. അത് പുറത്തെത്തിക്കണം. പിന്നെ കാര്യം തീരുമ്പോൾ നിന്റെ മിടുക്കനുസരിച്ച് ബക്ഷീസും എക്സ്ട്രാ ടിപ്പായിട്ട് വാങ്ങിക്കും. ബക്ഷീസ് നിനക്കുള്ളത് മാത്രമാണ്. അപ്പൊ പെൺവാണിവാണ് ഉദ്ദേശിച്ചത് ജബ്ബാർ. റാഞ്ചിയിൽ നിന്ന് ജോലിക്കൊന്നും പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു ജോലി സ്ഥലത്തൊക്കെ ആക്കി കൊടുത്ത്, ഒരു വീട്ടിലൊക്കെ ആക്കി കൊടുത്ത് ആ പെൺകുട്ടി കുറച്ചൊരു എന്താണ് ഇയാൾ ഉദ്ദേശിക്കുന്ന പരിവമായി എന്ന് തോന്നുമ്പോഴത്തേക്ക് എന്താവുന്നു? അവളെ വിറ്റ് പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ജബ്ബാറിന്. ലൂസി ഹോട്ടൽ ലോബിയിലൂടെ തിരിച്ചോടി. ജബ്ബാർ പിറകിലും. യാത്ര തീർന്നപ്പോൾ ലൂസി ജബ്ബാറിന്റെ വീട്ടിൽ തായിട്ട മുറിക്കുള്ളിലായിരുന്നു. അപ്പൊ ലൂസി ഓടി, പിന്നാലെ ജബ്ബാർ ഓടി. യാത്ര തീർന്നപ്പോൾ ലൂസി ജബ്ബാറിന്റെ വീട്ടിൽ തായിട്ട മുറിക്കുള്ളിലായിരുന്നു. അവളെ ലോക്ക് ചെയ്തു. ഞാൻ നിന്നെ കല്യാണം കഴിക്കുവാൻ പോകുന്നു. അവളുടെ തലമുടി പകുത്തതിന്റെ നടുവിൽ ജബ്ബാർ കത്തുന്ന സിഗരറ്റ് കൊണ്ട് സിന്ദൂരം തൊടുവിച്ചു. നോക്കണേ ക്രൂരത. ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നു. കല്യാണം കഴിക്കുമ്പോൾ സിന്ദൂരം തൊടുവല്ലോ.
ഞാൻ നിന്നെ കല്യാണം കഴിക്കുവാൻ പോകുന്നു. അവളുടെ തലമുടി പകുത്തതിന്റെ നടുവിൽ ജബ്ബാർ കത്തുന്ന സിഗരറ്റ് കൊണ്ട് സിന്ദൂരം തൊടുവിച്ചു. അയാളെ പറഞ്ഞത് കേൾക്കാത്തതിന്റെ ക്രൂരതയാണ്. പിന്നെ ലൂസിക്ക് കല്യാണപ്രായമായിട്ടില്ലെന്നും അവൾ കൊച്ചു കുട്ടിയാണെന്നും പറഞ്ഞ് അതേ സിഗരറ്റ് കൊണ്ട് തന്നെ അവളുടെ ഉള്ളം കാലിന്റെ വെള്ളയിൽ ഇക്കിളിപ്പെടുത്തി. നോക്കൂ, എന്തൊരു സൈക്കോ ആണ് ജബ്ബാർ എന്ന്. ദെൻ അപ്പോഴെല്ലാം ഏതോ ഹിന്ദി സിനിമയിലെ വില്ലനെ പോലെയാണ് ജബ്ബാർ സംസാരിച്ചിരുന്നതെന്ന് ലൂസി പറഞ്ഞു. എങ്ങനെയാണ് ലൂസി അവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്ന് അച്ഛന് ഓർമ്മ വന്നില്ല. അതായത് ഇതൊക്കെ ഗീവർഗീസ് അച്ഛനോട് ലൂസി പറഞ്ഞ കഥകളല്ലേ, ജബ്ബാറിന്റെ കഥയൊക്കെ. അപ്പൊ ആ വീട്ടിൽ നിന്ന് എങ്ങനെയാണ് ലൂസി രക്ഷപ്പെട്ടിട്ട് പോകുന്നതെന്നുള്ളത് അച്ഛൻ ഓർമ്മ വന്നില്ല. അച്ഛൻ ഇതൊക്കെ കേട്ടിട്ടുള്ളതാ ലൂസിയുടെ കയ്യിൽ നിന്ന്. കാരണം കഥ അവിടെ എത്തിയപ്പോഴേക്കും മനസ്സിന്റെ ഗാലറികൾ നിറഞ്ഞു കഴിഞ്ഞിരുന്നു. ഗീവർഗീസ് അച്ഛന്റെ മനസ്സ് മൊത്തം ഒരു ഫുട്ബോളാ അല്ലെ. മനസ്സിന്റെ ഗാലറികൾ പല ഈ ഗോൾ കീപ്പിങ്ങിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ചിന്തിക്കുന്നുണ്ട്. അപ്പോഴേക്കും മനസ്സിന്റെ ഗാലറികൾ നിറഞ്ഞു കഴിഞ്ഞിരുന്നു. മൊത്തം ഒരു ഫുട്ബോൾ മയമാണ്. കഥയുടെ പേര് തന്നെ ഹിഗിറ്റ. അശ്രദ്ധനായ ഗോളി പെനാൽറ്റി കിക്കുകൾ എല്ലാം പിടിച്ചുവെങ്കിലും ഒന്നിനു പിറകെ ഒന്നായി എല്ലാ പന്തുകളും അയാളുടെ കയ്യിൽ നിന്ന് വഴുതി വീണു. വിത്തുകൾ മണ്ണിൽ വീഴ്ത്തി പായാക്കിയ യൂദായുടെ മകൻ ഒനാനായിരുന്നു അന്നത്തെ ഗോളി. ക്രിസ്ത്യൻ ചരിത്രം വെച്ചിട്ട് കണക്ട് ചെയ്ത് പറയാണ്. ലൂസിക്ക് തെക്കൻ ദില്ലിയിൽ ഒരു വീട്ടിൽ പിന്നെയും ജോലി കിട്ടി. ലൂസിക്ക് തെക്കൻ ദില്ലിയിൽ വേറൊരു വീട്ടിൽ പിന്നെയും ജോലി കിട്ടി, ജബ്ബാർ അറിയാതെ. പക്ഷെ അവളെ കണ്ടെത്തുവാൻ 10 ദിവസത്തിലധികം ജബ്ബാറിന് വേണ്ടി വന്നില്ല. അവളെ വിൽക്കാൻ പെൺവാണിഭത്തിന് വേണ്ടിയല്ലേ ജബ്ബാർ കൊണ്ടുവന്നത്. എങ്ങനെയെങ്കിലും അവളെ കണ്ടുപിടിക്കുമല്ലോ. എന്നിട്ട് ജബ്ബാറിനോട് നീ എന്ത് പറഞ്ഞു അച്ഛൻ ചോദിക്കുകയാണ്. ഇതൊക്കെ അവള് പറയുമ്പം ചോദിക്കുകയാണ്, വരാൻ പറ്റില്ലെന്ന്. ലൂസി അതാണ് ജബ്ബാറിനോട് പറഞ്ഞത്, വരാൻ പറ്റില്ലെന്ന്. അത് നന്നായി അച്ഛൻ പറഞ്ഞു. പക്ഷേ ജബ്ബാർ എന്ന് ലൂസി പറയുന്നു. നീ പോലീസിൽ പരാതി കൊടുക്കൂ, അച്ഛൻ ഉപദേശിച്ചു. പോലീസിനെ എനിക്ക് ജബ്ബാറിനേക്കാൾ പേടിയാ. ഇവിടെ അച്ഛൻ സമാധാനത്തിന്റെ മാർഗത്തിലൂടെയാണ് പോകുന്നത്. പള്ളിയിൽ അച്ഛനല്ലേ, ഇടവകയിലുള്ള വിശ്വാസികളെ എല്ലാം സമാധാനത്തിന്റെ, നന്മയുടെ, സ്നേഹത്തിന്റെ, നീതിയുടെ മാർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വിധിക്കപ്പെട്ടവനാണ് ഒരു അച്ഛൻ എന്ന് പറയുന്നത്. അങ്ങനെ ആ നന്മയുടെ മാർഗത്തിലേക്ക്, നിയമത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ് നമ്മുടെ ഗീവർഗീസ് അച്ഛൻ ശ്രമിക്കുന്നത്. അതാണ് പോലീസിൽ പോയി കംപ്ലൈന്റ് ചെയ്യൂ എന്ന് പറയുന്നത്. അപ്പം ലൂസി പറയുന്നത് കേട്ടോ, പോലീസിനെ എനിക്ക് ജബ്ബാറിനേക്കാൾ പേടിയാ. ലൂസി കുറച്ചുകൂടി പച്ചയായ ജീവിത പരിസരം ലോകം കണ്ടതുകൊണ്ടാ പോലീസിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരിതിലും വലുതായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്ന ലൂസിയുടെ അനുഭവങ്ങളിൽ, ഒരുപക്ഷെ അനുഭവങ്ങളിൽ അധിഷ്ഠിതമായ എക്സ്പീരിയൻസ്, അനുഭവങ്ങളിൽ അധിഷ്ഠിതമായ ചിന്തകൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ വെറും പേടി കൊണ്ടായിരിക്കാം. എന്തൊക്കെ തന്നെയായാലും ജബ്ബാറിനേക്കാളും പേടിയാണെന്നാ പറയുന്നത്. അപ്പൊ അച്ഛൻ ചോദിക്കുക, അങ്ങനെ പറഞ്ഞാൽ എന്താണ് പോംവഴി? ഫാദർ എന്റെ കൂടെ വരാവുന്നതാണ്. നീ പേടിക്കണ്ട, ഞാൻ പോകട്ടെ. അച്ഛൻ മുറിയിലെത്തി. മൈതാനം ഒഴിഞ്ഞു കിടന്നിരുന്നു. കണ്ടോ, അച്ഛന്റെ ജീവിതം മൊത്തം ഈ ഫുട്ബോളുമായിട്ടാണ്. ഒഴിഞ്ഞു കിടന്നിരുന്നു. പോപ്കോൺ പൊതികളും ഐസ്ക്രീം കപ്പുകളും ഓർമ്മക്കുറിപ്പുകളും പോലെ ചിതറിക്കിടന്നിരുന്നു. ഗോളികൾ വിശ്രമിക്കുകയായിരിക്കും. കണ്ടോ, മൊത്തം അച്ഛന്റെ ലൈഫ് ആ ഒരു രീതിയിലാണ് കൊണ്ടുപോകുന്നത്. പിന്നെ മൈതാനം, കാണികള്, ഗാലറി, ആ രീതിയിൽ. അത്തായം കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്നപ്പോൾ അച്ഛന് ഉറക്കം വന്നില്ല. ഇറ്റലിയിൽ നടക്കുന്ന ലോകകപ്പ് ഫുട്ബോളിനെ കുറിച്ച് പെട്ടെന്നാണ് ഓർമ്മ വന്നത്. ചെറിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV തുറന്ന് അച്ഛൻ അതിന്റെ മുമ്പിലിരുന്നു. ലോകകപ്പ് ഫുട്ബോൾ ഉള്ളത് കൊണ്ട് തന്നെ ഉറക്കം വന്നില്ല, മെല്ലെ അത് കാണാനിരുന്നു. PT മാഷിന്റെ മകനായതുകൊണ്ടാണ് ഗീവർഗീസിനെ ഫുട്ബോൾ ടീമിൽ എടുത്തതെന്ന് തലമുറകളുടെ മൂർധം ഘനീഭവിച്ച സ്കൂളിന്റെ വടക്കേ മതിലിൽ ഏതോ കുട്ടി കരികൊണ്ട് എഴുതിയെങ്കിലും ഒല്ലൂർ HSന്റെ ഗോൾ പോസ്റ്റിൽ മഴവില്ല് പോലെ വളഞ്ഞു വന്നു വീണ കോർണർ കിക്കോടെ ഗീവർഗീസിനെ സ്കൂളിൽ എല്ലാവരും അറിഞ്ഞു തുടങ്ങി. അതിലൂടെ നമുക്ക് എന്തൊക്കെ കാര്യം മനസ്സിലായി? നമ്മുടെ ഗീവർഗീസ് അച്ഛന്റെ അച്ഛൻ സ്കൂളിലെ PT മാഷായിരുന്നു. അപ്പൊ ഗീവർഗീസ് അച്ഛനെ കുട്ടിക്കാലത്ത് സ്കൂൾ ഫുട്ബോൾ ടീമിൽ എടുത്തപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞു, അവിടെ എഴുതി വെക്കുകയൊക്കെ ചെയ്തു, അത് PT മാഷിന്റെ മോനായതുകൊണ്ട് വെറുതെ എടുത്താൽ. പക്ഷെ ഇദ്ദേഹത്തിന്റെ കളി കണ്ടപ്പോഴത്തേക്ക് എല്ലാ കുട്ടികളും അംഗീകരിച്ചു. എണ്ണിയാൽ തീരുന്ന പുൽമുളകളുള്ള ചെങ്കൽ പരപ്പുകളിൽ മുളകെട്ടിയുണ്ടാക്കിയ ഗോൾ പോസ്റ്റുകൾ പിടിപ്പിച്ച മൈതാനങ്ങളിൽ വെറും കാലിലാണ് അവർ ഫുട്ബോൾ കളിച്ചിരുന്നത്. അങ്ങനെ ഗീവർഗീസ് അച്ഛന്റെ പാസ്റ്റിലേക്ക് പോവാണ്. ഫുട്ബോളുമായിട്ട് ഗീവർഗീസ് അച്ഛനുള്ള ബന്ധമൊക്കെ പറയാണ്. ഇതിപ്പോ എന്തൊക്കെയായി ആയത്? ഒരു സൈഡിൽ ഗീവർഗീസ് അച്ഛൻ ഫുട്ബോളിനോടുള്ള കമ്പം കാര്യങ്ങളൊക്കെ, ഒരു സൈഡിൽ ജബ്ബാർ ലൂസിയെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു വാണിഭത്തിന്. അതേ സൈഡിൽ തന്നെ ലൂസി ഇടക്കിടക്ക് അച്ഛനോട് വന്നിട്ട് വിഷമങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്താവും നമുക്ക് കണ്ടറിയാം. ജില്ലാ ചാമ്പ്യൻഷിപ്പിലെ ആദ്യത്തെ കളിയിൽ ഒല്ലൂർ HSനെ തോൽപ്പിച്ചതിനു ശേഷം അവർ കുന്നംകുളത്തേക്ക് പോയി. ബസ്സിൽ കുട്ടികൾ നിശബ്ദരായിരുന്നു. സ്റ്റേറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുത്ത കാലൻ റപ്പായി, ഇതൊക്കെ പാസ്റ്റ് പറയാണ്, ഗീവർഗീസ് അച്ഛന്റെ കുട്ടിക്കാലം. കാലൻ റപ്പായി എന്ന് പേരുള്ള റപ്പായി ആയിരുന്നു കുന്നംകുളം സ്കൂളിന്റെ ക്യാപ്റ്റൻ. അപ്പൻ മാത്രം സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പൻ PT മാഷല്ലേ. പന്ത് കാലിൽ കിട്ടിയാൽ ഉടനെ കണ്ണിട്ടപ്പേ എന്ന് പോകണം. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും മാർക്ക് ചെയ്യാതെ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കാൻ. അങ്ങനെ
പിന്നെ കോച്ചിങ് കൊടുക്കുകയാണ്. അപ്പൻ സ്കൂൾ ഫണ്ടിൽ നിന്ന് വാങ്ങിക്കൊടുത്ത നേന്ത്രപ്പഴവും പരിപ്പ് പടയും തിന്ന് കുന്നംകുളക്കാരുടെ കൂകലും കേട്ട് കളി ജയിച്ച് കുട്ടികൾ ആളൊഴിഞ്ഞ രാത്രി ബസ്സിൽ തിരിച്ചു വരുമ്പോൾ താളമടിച്ച് പാടി അയ്യോ പോയേ കുന്നംകുളം പോയേ, അയ്യോ പോയേ റപ്പായി പോയേ, അങ്ങനെ ഉണ്ടല്ലോ ആവേശപ്പാട്ട് ജയിച്ചു വരുമ്പം. നീ വാടിക്കോടാ. നിശബ്ദനായ ഗീവർഗീസിന്റെ നേരെ കണ്ണുയർത്തി അപ്പൻ വാത്സല്യത്തോടെ പറഞ്ഞു. ഗീവർഗീസിനോട് അപ്പൻ പി ടി മാഷ് പറയാ നീ വാടിക്കോടാ. എന്നിട്ട് അപ്പൻ പറയാണേ പേടിക്കേണ്ട, ഞാനിപ്പോ നിന്റെ അപ്പനല്ല പി ടി മാഷ. അത്രയ്ക്കും മനോഹരമായ ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു ആർക്ക്? ഗീവർഗീസ് അച്ഛന്. അതുകൊണ്ടൊക്കെ ആയിരിക്കില്ലേ ഒരുപക്ഷെ ലോകത്തിനെ മൊത്തം വിശ്വസിക്കുന്നതും ലോകം മുഴുവൻ നന്മയാണെന്നും നീതിയുടെ പക്ഷം വേഗം പിന്നെ ലൂസി പോയി പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുന്നൊക്കെ പറയാൻ കഴിയുന്നത് നല്ലൊരു കുട്ടിക്കാലം കിട്ടിയത് കൊണ്ടാ. നമ്മൾ പറയില്ലേ, ചിലർ പറയും ഈ ലോകം ഭയങ്കര നല്ലതാണ്, ചിലർ പറയും ഈ ലോകം ഭയങ്കര അബദ്ധമാണ്. സത്യത്തിൽ ഇത് രണ്ടുമല്ല. ഇതൊക്കെ ഒരാൾക്ക് നല്ലതാന്ന് പറയുന്ന ആൾക്ക് നല്ല എക്സ്പീരിയൻസ് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. ചിലപ്പോൾ നല്ല ഫാമിലി ഉണ്ടാവും, നല്ല സാമ്പത്തിക ശേഷി ഉണ്ടാവും, ഒക്കെ സാമൂഹ്യ ബന്ധങ്ങൾ ഉണ്ടാവും. ഇനി എല്ലാം മോശമാണെന്ന് പറയുന്ന ആൾക്ക് മോശം അനുഭവങ്ങളെ ജീവിതത്തിൽ ഉണ്ടാവും. ശരിക്കും ഈ ലോകത്തിന് ഒരൊറ്റ സ്വഭാവമാണ്, നിർവികാരത. പ്രത്യേകിച്ച് ഗുണവും ദോഷമൊന്നും ഇല്ല. അതെങ്ങനെ ഓരോ വ്യക്തിക്കും എക്സ്പീരിയൻസ്ഡ് ആവുന്നു എന്നുള്ള അടിസ്ഥാനത്തിലാണ് നമ്മൾ ലോകത്തെ കുറിച്ചുള്ള നിർവചനങ്ങൾ, ഡെഫിനിഷൻസ് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. എനിക്ക് ഈ ലോകം ചിലപ്പോൾ നല്ലതായിരിക്കാം, നിങ്ങൾക്ക് ചിലപ്പോൾ മോശമായിരിക്കാം. എനിക്ക് മോശവും നിങ്ങൾക്ക് നല്ലതും ആവാം. അത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. ലോകത്തിന് സ്ഥായിയായിട്ട് ഒറ്റ ഭാവേ ഉള്ളൂ. ഇനി നീ പാടിക്കോടാ. നിശബ്ദനായ ഗീവർഗീസിന്റെ നേരെ കണ്ണുയർത്തി അപ്പൻ വാത്സല്യത്തോടെ പറഞ്ഞു പേടിക്കേണ്ട, ഞാനിപ്പോ നിന്റെ അപ്പനല്ല പി ടി മാഷ. അടുത്ത കളി സ്വന്തം ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു. ക്യാപ്റ്റൻ ഗോപിനാഥ് തൊടുത്തുവിട്ട പന്ത് നെഞ്ചിലെടുത്ത് പിറകിലോട്ട് കത്രികക്കട്ടിലൂടെ, കത്രികക്കട്ട് എന്ന് പറഞ്ഞാൽ സിസർ കട്ട് കേട്ടോ, സിസർ കട്ട് എന്തെങ്കിലും കാണിക്കാൻ പറ്റൂല, അറിയാലോ ഫുട്ബോളില്, കട്ടിലൂടെ ഗോൾ അടിച്ചതോടെ ഗീവർഗീസിനെ തേടി മലബാറിൽ നിന്ന് ആളുകൾ എത്തി തുടങ്ങി. അപ്പൊ നമ്മുടെ ഗീവർഗീസ് അച്ഛൻ കുട്ടിക്കാലത്ത് നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. ഒരു കളിക്ക് 10-15 രൂപ കരാർ പറഞ്ഞ് അവന് സെവൻസ് ടൂർണമെന്റ് കളിക്കുവാൻ ക്ഷണവുമായി. സെവൻസ് അറിയാലോ, ഇയാൾ വെച്ച് കളിക്കുന്നത്. കൊയ്ത്ത് കഴിഞ്ഞ വയലുകളിൽ പന്തയക്കാരുടെ ആർപ്പുവിളിയിൽ ഗീവർഗീസ് സെവൻസ് കളിച്ചിരുന്നത് അപ്പന് ഇഷ്ടമല്ലായിരുന്നു. ഗീവർഗീസ് സെവൻസ് കളിക്കുന്നത് അപ്പൻ പി ടി മാഷിന് ഇഷ്ടമായിരുന്നില്ല. ഒരിക്കൽ അതിനെക്കുറിച്ച് അപ്പൻ പറഞ്ഞു, മോനെ ഫുട്ബോൾ എന്റെ വിശ്വാസമാണ്, സെവൻസ് അതിന്റെ അന്തിക്രിസ്തുവും, കളിക്കണ്ടെന്ന് പറയാണ്. പക്ഷേ ഗീവർഗീസിനാകട്ടെ സെവൻസ് കളിക്കാതിരിക്കാൻ പറ്റില്ല എന്നായി. അപ്പൻ അവനോട് ഫുട്ബോളിനെ കുറിച്ച് സംസാരിക്കുന്നത് നിർത്തി. അതായത് ഗീവർഗീസ് പിന്നെ സെവൻസ് കളിക്കുന്നു, എന്നാൽ അപ്പൻ അത് ഇഷ്ടമല്ല. അങ്ങനെ അപ്പൻ അവനോട് ഫുട്ബോളിനെ കുറിച്ച് സംസാരിക്കുന്നത് നിർത്തി. അപ്പൻ മരിച്ച കൊല്ലം തന്നെയാണ് ഗീവർഗീസ് BA തോറ്റത്. ആ കൊല്ലം തന്നെ, ഇതൊക്കെ ഗീവർഗീസ് അച്ഛന്റെ പാസ്റ്റ് ആണ്, ആ കൊല്ലം തന്നെ അപ്പനോടുള്ള പിഴ ഒടുക്കിക്കൊണ്ട് കളി നിർത്തിയതും. അങ്ങനെ BA തോറ്റ് അപ്പനും മരിച്ച് കളിയും നിർത്തി. പിന്നെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ദൈവവിളി കിട്ടി. ദൈവവിളി കിട്ടുക എന്ന് പറഞ്ഞാൽ അറിയാലോ, നോർമലി ദൈവവിളി കിട്ടിക്കഴിഞ്ഞാലാണ് അച്ഛനാവാനും അതുപോലെ സിസ്റ്റർ ആവാനൊക്കെ, കന്യാസ്ത്രീ ആവാനൊക്കെ വേണ്ടിയിട്ട് മഠത്തിലും സെമിനാറിലൊക്കെ ചേരാം. അപ്പൊ പിന്നെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ദൈവവിളി കിട്ടി. അങ്ങനെ അച്ഛനാവാൻ വേണ്ടി പോയി എന്നുള്ളതാണ്. ടിവിയിൽ വേൾഡ് കപ്പ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും പെനാൽറ്റി കിക്ക് കാത്തു നിൽക്കുന്ന പലതരം ഗോളികൾ അച്ഛന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോയിരുന്നില്ല. അച്ഛൻ കളി കണ്ടിരുന്നില്ല, ഗോളികളെ മാത്രമേ ശ്രദ്ധിച്ചിരുന്നുള്ളൂ. അങ്ങനെ അച്ഛൻ ഈ ഗോളികളെ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. നോക്കണേ, കഥയുടെ പേരായ ഹിഗ്ഗിറ്റ കൊളംബിയൻ ഗോളിയാണ്, വെറൈറ്റി ഗോളി. മറ്റൊരു ദിവസം കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ലൂസി പിന്നെയും അച്ഛന്റെ അടുത്തെത്തി. അങ്ങനെ നമ്മൾ ലൂസി സ്റ്റോറിയിലേക്ക് പിന്നെയും ചെല്ലുകയാണ്. മറ്റൊരു ദിവസം കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ലൂസി പിന്നെയും അച്ഛന്റെ അടുത്തെത്തി. ഫാദർ, ജബ്ബാർ 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 അവന്റെ കൂടെ ഉടൻ ചെല്ലാൻ പറഞ്ഞു എന്ന് ലൂസി പറയാ. നീ ഒരിക്കലും പോകരുത്, അച്ഛൻ പറഞ്ഞു. ഞാൻ നിൽക്കുന്ന വീട്ടിൽ ആളൊഴിയുന്ന സമയം പോലും അവൻ അറിയാം, അല്ലെങ്കിൽ എങ്ങനെയാണ് അപ്പോഴെല്ലാം അവൻ കൃത്യമായി എന്നെ ഫോണിൽ വിളിക്കുന്നത്? എനിക്ക് പേടിയാകുന്നു എന്ന് പറയുന്നു ലൂസി. എല്ലാം ശരിയാകും ലൂസി, അച്ഛൻ പിൻവാങ്ങി. കണ്ടോ, ഒരു അച്ഛൻ കൊടുക്കേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നീതിബോധവും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് അച്ഛൻ കൊടുക്കുന്നത്. അച്ഛൻ അച്ഛനായിട്ട് തന്നെ നിൽക്കുന്നു. പെനാൽറ്റി കിക്കുകൾ തന്നെയാണ് ഗോളികളെ കുറിച്ച് പഠിക്കുവാൻ പറ്റിയ മാധ്യമം. പിന്നെയും അതിലേക്ക് പോവാണ്. ഗോളികളെ കുറിച്ച് പഠിക്കാൻ ഏറ്റവും നല്ല മാധ്യമം എന്താണ്? പെനാൽറ്റി കിക്ക്. ആ പെനാൽറ്റി കിക്കിന് എങ്ങനെ നേരിടുന്നു ഒക്കെ ഉള്ളത്. ഗീവർഗീസ് അച്ഛൻ മുറിയിലേക്ക് മടങ്ങുമ്പോൾ ഉള്ളിൽ പറഞ്ഞു, അച്ഛൻ മറ്റൊരു കാര്യം കൂടി കണ്ടെത്തിയിരുന്നു. പെനാൽറ്റി കിക്ക് കാത്തു നിൽക്കുന്ന ഗോളി ഏകാന്തനല്ല, മറിച്ച് ആളുകൾ കൂട്ടം കൂടി തന്റെ ഏകാഗ്രത നഷ്ടപ്പെടുത്തുന്നതാണ് ഗോളിയെ കൂടുതൽ വിഷമിപ്പിക്കുന്നത്. ആ മൊത്തം ആൾക്കാരും പെനാൽറ്റി കിക്കിന് വേണ്ടിയിട്ട് ഗോളി ഇങ്ങനെ കാത്തു നിൽക്കുന്ന സമയത്ത് എല്ലാവരും ഇദ്ദേഹത്തെ നോക്കുമല്ലോ. അങ്ങനെ ആ ഏകാഗ്രത നശിപ്പിക്കുന്നു എന്നാ പറയുന്നത്. അതൊക്കെ വേറെ ലെവലിലുള്ള ചിന്തയാണ്.
ഗീവർഗീസ് അച്ഛൻ ലൂസിയെ പിന്നീട് കണ്ടത് സ്കൂട്ടറിൽ പോകുമ്പോഴായിരുന്നു. INA മാർക്കറ്റിന്റെ അടുത്ത് വെച്ച് ഓട്ടോറിക്ഷയിൽ പോയിരുന്ന ലൂസി അച്ഛനെയും കണ്ടു. ഓട്ടോറിക്ഷക്കാരന്റെ പുറത്തു തട്ടി വണ്ടി നിർത്തുവാൻ ലൂസി പറയുമ്പോഴേക്കും അച്ഛൻ സ്കൂട്ടറിന്റെ ഗിയർ മാറ്റി വേഗത്തിൽ ഓടിച്ചു പോയി. അങ്ങനെ അവർക്ക് അന്ന് സംസാരിക്കാനൊന്നും പറ്റിയില്ല. ഗോളികളെ കുറിച്ചുള്ള ഗീവർഗീസിന്റെ പഠനത്തിലെ ഒരു ചെറിയ അടിക്കുറിപ്പായിട്ടാണ് ടിവിയിൽ കൊളംബിയയുടെ ഗോളിയായ ഹിഗ്വിറ്റ, യെസ്, ഗോളികളെ കുറിച്ചുള്ള ഗീവർഗീസിന്റെ പഠനത്തിലെ ഒരു ചെറിയ അടിക്കുറിപ്പായിട്ടാണ്, ഗോളികളെ കുറിച്ച് പഠിക്കുന്നുണ്ടല്ലോ, ടിവിയിൽ കൊളംബിയയുടെ ഗോളിയായ ഹിഗ്വിറ്റ പ്രത്യക്ഷപ്പെട്ടത്. താണ്ഡവത്തിന് മുമ്പ് സശ്രദ്ധം ജടയച്ചിട്ട ശിവനെ പോലെ നീണ്ട ചുരുളൻ മുടിയും കറുത്ത കരിങ്കൽ മുഖവും നേരിയ മീശയുമായി ഹിഗ്വിറ്റ ഗോളികൾക്കൊരു അപവാദമായിരുന്നു. അതുവരെ കണ്ട ഗോളികളേ ആയിരുന്നില്ല ഹിഗ്വിറ്റ, അതുവരെ കണ്ട ഗോളി സങ്കല്പമേ ആയിരുന്നില്ല ഹിഗ്വിറ്റ. ഹിഗ്വിറ്റ ഓടി കോർട്ടിന്റെ നടുവരെയൊക്കെ ചെല്ലും, ഒരു ഗോളി ചെയ്യേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു ഹിഗ്വിറ്റ. ഗോളികളുടെ സ്ഥായിയായ ധർമ്മം ദൃക്സാക്ഷിത്വമാണ്. നോക്കി നിൽക്കുക കളി എന്താ നടക്കുന്നതെന്ന്. പെനാൽറ്റി കിക്ക് നേരിടുമ്പോൾ അത് അയാൾക്ക് നഷ്ടപ്പെടുന്നു, പകരം കിട്ടുന്നതോ അല്പം സഭാകമ്പം. പക്ഷേ ഹിഗ്വിറ്റ യാതൊരു കൂസലും കൂടാതെ സംഭവങ്ങളിലേക്ക് നടന്നു കയറുന്നു. പുതിയ അക്ഷാംശങ്ങൾ കണ്ടെത്തുന്ന കപ്പിത്താനെ പോലെ ഗോളികൾ ഇന്ന് വരെ കാണാത്ത മൈതാനത്തിന്റെ മധ്യത്തിലേക്ക് പന്ത് ഇടം ബലം പാലിച്ച് അയാൾ മുന്നോട്ട് നീങ്ങും. അപ്പോ വെറും ഒരു ഗോളി ആയിട്ടല്ല ഹിഗ്വിറ്റ എന്ന ഗോളി നിന്നത്. ഓടി പന്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ സേവ് ചെയ്ത് ഇങ്ങനെ നമ്മുടെ ആ ഒരു കോർട്ടിന്റെ മൈതാനത്തിന്റെ നടുവരെ എത്തും. അങ്ങനെ വെറൈറ്റി ആയിരുന്നു ഹിഗ്വിറ്റ എന്ന ഗോളി. ഗീവർഗീസ് അച്ഛൻ മറ്റു ഗോളികളെ ത്യജിച്ച് മറ്റുള്ള ഗോളികളെയൊക്കെ അങ്ങ് ഒഴിവാക്കി ഹിഗ്വിറ്റയെ മാത്രമായി ശ്രദ്ധിക്കുവാൻ തുടങ്ങിയത് അയാൾ പെനാൽറ്റി കിക്ക് നേരിടുന്നത് ആദ്യമായി കണ്ടപ്പോഴാണ്. അങ്ങനെ ഈ ഗോളികളെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഗീവർഗീസ് അച്ഛന്റെ ശ്രദ്ധ മൊത്തം ഹിഗ്വിറ്റയിലായി. രണ്ട് കൈകളും വായുവിൽ വീശി ഒരു ഓർക്കസ്ട്രയുടെ കണ്ടക്ടറെ പോലെ അതായത് എങ്ങനെ നോക്ക്, ഗീവർഗീസ് അച്ഛൻ മറ്റു ഗോളികളെ ത്യജിച്ച് മറ്റു ഗോളികളെയൊക്കെ ഒഴിവാക്കി ഹിഗ്വിറ്റയെ മാത്രമായി ശ്രദ്ധിക്കുവാൻ തുടങ്ങിയത് അയാൾ പെനാൽറ്റി കിക്ക് നേരിടുന്നത് ആദ്യമായി കണ്ടപ്പോഴാണ്. പെനാൽറ്റി കിക്ക് വരുമ്പോ രണ്ട് കൈകളും വായുവിൽ വീശിയിട്ട് നിങ്ങൾ കാണാറില്ലേ ഈ ഓർക്കസ്ട്രയുടെ കണ്ടക്ടർ ആ സംഭവം ഇല്ലേ? അപ്പൊ രണ്ട് കൈകളും വായുവിൽ വീശി ഒരു ഓർക്കസ്ട്രയുടെ കണ്ടക്ടറെ പോലെ ചന്ദ്രക്കല പോലെ വളഞ്ഞു കിടക്കുന്ന സ്റ്റേഡിയത്തിലെ കാണികൾക്കായി അശ്രാവ്യമായ കേൾക്കാൻ പറ്റാത്ത സംഗീതത്തിന്റെ ഉച്ചസ്ഥായികൾ ഹിഗ്വിറ്റ തീർത്തു. അതായിരുന്നു ഹിഗ്വിറ്റയുടെ ഗോൾ കീപ്പിംഗ്. അങ്ങനെയായിരുന്നു ഹിഗ്വിറ്റ. പന്തടിക്കുവാൻ നിൽക്കുന്ന കളിക്കാരനാകട്ടെ അയാളുടെ വാദ്യവൃന്ദത്തിലെ ഒന്നാം വയലിൻകാരന്റെ എന്നുവെച്ചാൽ ആ കളിക്കളം മൊത്തം ഒരു മ്യൂസിക് ഗ്രൂപ്പായിട്ട് കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മ്യൂസിക് പരിപാടിയായിട്ട് കാണുവാണെങ്കിൽ ഒന്നാം വയലിൻകാരന്റെ പ്രാമുഖ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മെയിൻ ഈ ഗോൾ കീപ്പർ തന്നെയായിരുന്നു. ഷൂട്ട് ചെയ്യുന്ന ആൾക്കൊക്കെ അത്രയും പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവസാനം ഒരു നാൾ അത് സംഭവിച്ചു. മുന്നോട്ട് കയറിയ ഹിഗ്വിറ്റയുടെ കാലിൽ നിന്ന് എതിരാളി പന്ത് തട്ടിയെടുത്ത് ഒഴിഞ്ഞ പോസ്റ്റിൽ ഗോളടിച്ച് കൊളംബിയയെ ലോകകപ്പിൽ നിന്ന് പുറത്താക്കി. അപ്പൊ ഇപ്പറഞ്ഞ ഹിഗ്വിറ്റ ഇങ്ങനെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് കയ്യടി വാങ്ങി ലോക പ്രശസ്തനൊക്കെ ആയിട്ടുണ്ടെങ്കിലും ഇതേ ആത്മവിശ്വാസം കൊണ്ട് കൊളംബിയ കളിയിൽ നിന്ന് പുറത്തായി പോയ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഇറ്റ് വാസ് ഇൻ 1995. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഏകദേശം ആ സമയത്തെങ്ങാനുമാണ്. 1995 അല്ല 1990 ആണെന്ന് തോന്നുന്നു. കൃത്യമായിട്ട് ഓർമ്മയില്ല. ഏകദേശം ആ സമയത്ത് ഇതേപോലെ തന്നെ ഹിഗ്വിറ്റ പോസ്റ്റിൽ നിന്ന് ഓടി മുന്നോട്ടേക്ക് പോയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് വന്ന കളിക്കാരൻ ഒരു പേര് മറന്നുപോയി, ഒരു സബായിട്ട് ഇറങ്ങിയ കളിക്കാരനായിരുന്നു. ഇയാൾ ഇങ്ങനെ ഈ ബോളും കൊണ്ട് ഓടി വന്നിട്ട് എന്ത് ചെയ്തെന്ന് അറിയാം, ഈ പോസ്റ്റിലേക്ക് അപ്പൊ ആളിലല്ലോ പോസ്റ്റില് ഹിഗ്വിറ്റ ഓടിങ്ങോട്ടേ കയറിയിട്ടില്ലേ ഗോൾ അടിച്ച്. അങ്ങനെ ഹിഗ്വിറ്റ പുറത്തായി. ഓക്കെ, അങ്ങനെ കുറെ വിമർശനങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട്. മുന്നോട്ട് കയറിയ ഹിഗ്വിറ്റയുടെ കാലിൽ നിന്ന് എതിരാളി പന്ത് തട്ടിയെടുത്ത് ഒഴിഞ്ഞ പോസ്റ്റിൽ ഗോൾ അടിച്ച് കൊളംബിയയെ ലോകകപ്പിൽ നിന്ന് പുറത്താക്കി. പക്ഷേ ഹിഗ്വിറ്റ ഈ സംഭവത്തിന്റെ സൃഷ്ടിയിലും താൻ വഹിച്ച പങ്കോർത്ത് മൃദുവായി ചിരിക്കുന്നത് ഗീവർഗീസ് അച്ഛൻ മാത്രം കണ്ടു. അങ്ങനെ ഈ ഒരു കാരണം കൊണ്ട് ടീം പുറത്തായി പോയിട്ടും അദ്ദേഹത്തിന്റെ കളി ലോകം ശ്രദ്ധിച്ചു. ഇനി വീണ്ടും ലൂസി അച്ഛൻ കഥകളിലേക്ക് തന്നെ. കുർബാന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അന്നും അച്ഛൻ ലൂസി കാത്തു നിൽക്കുന്നത് കണ്ടു. അവളെ നോക്കി തലയാട്ടി സംസാരിക്കുവാൻ നിൽക്കാതെ അച്ഛൻ മുറിയിലേക്ക് മടങ്ങി. മൈതാനത്തിന്റെ നടുവിൽ വെച്ച് കൂട്ടുകാരന് പന്ത് പാസ് ചെയ്തതിനു ശേഷം തിരിച്ചു വരുന്ന ഹിഗ്വിറ്റയെ കാണുവാനായിരുന്നു അച്ഛന് ഏറ്റവും ഇഷ്ടം. അപ്പൊ കുട്ടിക്കാലത്ത് ഈ ഫുട്ബോളിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള അച്ഛൻ ഫുൾ ഫുട്ബോളിൽ തന്നെയാണത്. ഗോൾ പോസ്റ്റിന്റെ പൊരുന്ന ചൂട് അനുഭവിക്കുവാൻ വിരളി പിടിച്ച് തിരിച്ചെത്തുന്ന മറ്റു ഗോളികളിൽ നിന്ന് വ്യത്യസ്തനായി ഹിഗ്വിറ്റ ഗോൾ പോസ്റ്റിലേക്ക് മടങ്ങുന്നു, ശാന്തനായി, യാതൊരു ഗൃഹാതുരത്വവും കൂടാതെ. ഫാദർ, ലൂസി വിളിച്ചു. അച്ഛൻ നിന്നു. ഫാദർ, ഞാൻ ജബ്ബാറിന്റെ അടുത്തേക്ക് പോവുകയാണ്. അവളുടെ പ്രതിരോധം തകർന്നു തുടങ്ങിയിരുന്നു. അപ്പൊ ജബ്ബാറിന്റെ അടുത്തേക്ക് പോകാൻ തന്നെ ആര് തീരുമാനിച്ചു? ലൂസി തീരുമാനിച്ചു. പോകുവാൻ നിനക്ക് ഇഷ്ടമാണോ? അച്ഛൻ ചോദിച്ചു. ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ പിന്നെ
ഇന്ന് വൈകുന്നേരത്തിനകം അവന്റെ വീട്ടിൽ ഞാൻ എത്തിയില്ലെങ്കിൽ എന്റെ മുഖത്ത് ആസിഡ് ബൾബ് എറിയുമെന്ന് അവൻ പറഞ്ഞു. അപ്പൊ അവന്റെ ഭീഷണി, ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ അവന്റെ വീട്ടിലേക്ക് എത്തിയില്ലെങ്കിൽ മുഖത്ത് ആസിഡ് ബൾബ് എറിയുമെന്ന് ലൂസിയെ ഭീഷണിപ്പെടുത്തി ജബ്ബാർ. നീ പോകുവാൻ ഇഷ്ടപ്പെടുന്നോ? അച്ഛന്റെ സ്ഥായിയായ ചോദ്യം. ഒരുപക്ഷെ തിരിച്ചു ചെന്നാൽ അയാൾ എന്നെ കെട്ടുമായിരിക്കും, ലൂസി ആ അവിശ്വാസത്തോടെ പറഞ്ഞു. അവളെ കച്ചവടം ചെയ്യാൻ തന്നെയാണ്, പക്ഷെ എന്നാലും അവിശ്വാസത്തോടെ പറയാണ്. ആസിഡ് ബൾബ് എറിയുന്നതിനേക്കാൾ നല്ലതല്ലേ അയാളുടെ കൂടെ പോവാന്നുള്ള രീതിയിൽ പറയാണ്. നിനക്ക് പോകുവാൻ പൂർണ്ണ സമ്മതമാണോ? അച്ഛൻ ചോദിക്കാം. അയാൾ എന്റെ മുഖത്ത് ആസിഡ് ബൾബ് എറിയും. അപ്പൊ ഇഷ്ടായിട്ടാ? അല്ല, ആസിഡ് ബൾബ് എറിയുന്നതിന് പേടിച്ചിട്ടാ ജബ്ബാറിന്റെ കൂടെ പോവാന്ന് പറയുന്നത്. നീ വാ. അച്ഛൻ അവളെ കൂടെ നടക്കുവാൻ ക്ഷണിച്ചു. ഇനി അച്ഛന്റെ മാറ്റം ശ്രദ്ധിക്കണേ നിങ്ങളെ, നമുക്ക് എന്താ പറയാ, ഒരു രോമാഞ്ചം തന്നെ വരും. നീ വാ. അച്ഛൻ അവളെ കൂടെ നടക്കുവാൻ ക്ഷണിച്ചു. ലൂസിയെ പുറത്തു നിർത്തി മുറിക്കുള്ളിൽ കയറി പാന്റിന്റെയും ഷർട്ടിന്റെയും മേൽ ധരിച്ച ലോഹയും ജപമാലയും ഊരി വെച്ചു. എന്നിട്ട് ലൂസിയെയും കൂട്ടി സ്കൂട്ടറിന്റെ അടുത്തേക്ക് നടന്നു. ഈ ലോഹ ജപമാല എന്നൊക്കെ പറയുമ്പോൾ അച്ഛന്റെ ചിഹ്നങ്ങളാണ്. ആ ലോഹയ്ക്കും ജപമാലയ്ക്കും ഒക്കെ ഉള്ളിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ജപമാല കയ്യിൽ വെക്കുമ്പോൾ ലോഹയുടെ ഉള്ളിൽ നിൽക്കുമ്പോൾ അച്ഛന് മറ്റുള്ളവരെ ഉപദേശിക്കാനും സ്നേഹിക്കാനും തലോടാനും ഒക്കെ അല്ലേ പറ്റൂ. അത്രയും എന്താ പറയാ, പുണ്യമുള്ള ഒരു വസ്ത്രമല്ലേ അത്, ഒരു മാലയല്ലേ അത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ ആക്രമിക്കാനോ അല്ലെങ്കിൽ അടിക്കാനോ പിന്നെ അല്ലെങ്കിൽ കടുത്ത വാക്ക് പറയാനോ ഒന്നും പറ്റില്ലല്ലോ. അത്രയും പുണ്യമുള്ള ഒരു വസ്ത്രത്തിനകത്തല്ലേ അദ്ദേഹം ഉള്ളത്. അദ്ദേഹം ആ വസ്ത്രം അങ്ങ് ഊരി വെച്ചു. അതുപോലെ തന്നെ ജപമാല അങ്ങ് വെച്ചു. സ്കൂട്ടറിന്റെ അടുത്തേക്ക് ചെന്നിട്ട് നീ കയറ് ലൂസിയോടാ. സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അച്ഛൻ പറഞ്ഞു, എവിടെയാണ് ജബ്ബാറിന്റെ വീട്? ഷക്കൂർപൂർ ബസ്തിയുടെ അടുത്താണ് എന്ന് അവള് പറഞ്ഞു. അച്ഛൻ തന്റെ സ്കൂട്ടർ കാറുകളുടെയും സ്കൂട്ടറുകളുടെയും വരികൾക്കിടയിലൂടെ ഇടം വലം പാളിച്ച് വേഗത്തിൽ ഓടിച്ചു. ലോഹയൊക്കെ ഊരി വെച്ചിട്ടുണ്ടല്ലോ. മുട്ടിയപ്പോൾ തന്നെ ജബ്ബാർ വാതിൽ തുറന്നു. ചുരുണ്ട മുടിയും കൂട്ടുപുരികവും 5.5 അടിയോളം പൊക്കവുമുള്ള ജബ്ബാറിന്റെ മുഖത്തിൽ മീശ കറുത്തു തുടങ്ങിയിരുന്നില്ല. എന്നിട്ടും അയാളുടെ മുടി അല്പം നരച്ചു തുടങ്ങിയിരുന്നു. ആകപ്പാടെ നിർണയിക്കുവാൻ പറ്റാത്ത പ്രായം. എത്ര വയസ്സാന്ന് കണ്ടിട്ട് മനസ്സിലാകുന്നില്ല. ജബ്ബാർ ചോദിച്ചു, നീ വന്നോ? ആരോടാ? ലൂസിനോട്. ജബ്ബാറിന്റെ മൃദുവായ ശബ്ദം അച്ഛനെ അത്ഭുതപ്പെടുത്തി. ഇങ്ങനെ ഒരുത്തൻ, അതായത് അവളുടെ നെറ്റിയിൽ സിഗരറ്റ് കൊണ്ട് സിന്ദൂരം വരച്ച ആളാ, ഇങ്ങനെ വരച്ച ആളാ. പിന്നെ എന്താ കാലടിയിൽ പിന്നെ ഇതാക്കിയത് ആളാണ്. ഇങ്ങനെ കച്ചവടം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയ ആളാണ്. ഇത്ര മൃദുവായിട്ട് നീ വന്നോ? ഒന്നൊന്നും തരം സൈക്കോ നടക്കുന്നില്ല നിങ്ങൾക്ക്? ജബ്ബാറിന്റെ മൃദുവായ ശബ്ദം അച്ഛനെ അത്ഭുതപ്പെടുത്തി. ഇത്ര മൃദുലമായിട്ടാണോ ഈ ക്രൂരൻ ജബ്ബാർ ചോദിക്കുന്നത്? പ്രത്യേകിച്ചും ആ ശബ്ദം പുറപ്പെടുവിച്ച മാംസപേശി കനത്ത കാളക്കഴുത്ത് അച്ഛൻ കണ്ടപ്പോൾ. നീ അകത്ത് കയറ്. ജബ്ബാർ ശബ്ദം ഒന്നുകൂടി പതുക്കെയാക്കി. നീ അകത്ത് കയറ്. ഇല്ല, ഗീവർഗീസ് അച്ഛനാ പറഞ്ഞത് കേട്ടോ. അപ്പോഴും ജബ്ബാർ ലൂസിയെ മാത്രമേ നോക്കിയിരുന്നുള്ളൂ, അച്ഛനെ നോക്കിയില്ല. അയാളുടെ കണ്ണുകൾ അച്ഛനെ രേഖപ്പെടുത്തുവാൻ വിസമ്മതിച്ചു. അച്ഛനെ നോക്കിയേ ഇല്ല. നീ അകത്ത് കയറുന്നുണ്ടോ? ഇല്ല, അച്ഛൻ പിന്നെയും പറഞ്ഞു. ജബ്ബാർ അപ്പോഴും അച്ഛനെ നോക്കിയില്ല. വികാരരഹിതമായ, ഒരു വികാരവും ഇല്ലാത്ത ശബ്ദത്തിൽ അയാൾ ലൂസിയോട് സ്വകാര്യം പറയുന്ന അടുപ്പത്തിൽ പറഞ്ഞു, ലൂസി, ഇദ്ദേഹം ഇവിടുന്ന് പോകുന്നതല്ലേ നമുക്കെല്ലാം നല്ലത്? അല്ല, ലൂസി പറഞ്ഞു. അപ്പോൾ ജബ്ബാറിന്റെ കൈ ഉയർന്നതും ലൂസി ഒരു ചുവട് പിറകോട്ട് വെച്ചതും തലശ്ശേരിക്കടുത്ത് ഒരു വയലിൽ സെവൻസ് കാണാനെത്തിയവർ ഗീവറിതേ എന്നാർത്തതും ഒരുമിച്ചായിരുന്നു. പഴയ ഫോട്ടോഗ്രാഫുകളുടെ മഞ്ഞ നിറമുള്ള ഒരു ഓർമ്മയിൽ PT മാഷ് അച്ഛൻ ദൂരെ ഒരു കവുങ്ങും ചാരി നിൽക്കുന്നത് കണ്ണിന്റെ സീമകളിൽ അതിരുകളിൽ പാടവച്ചി കിടക്കുമ്പോൾ തന്നെ ഗീവർഗീസ് കാലുയർത്തി അടിച്ചു. വിരിനെഞ്ചിൽ പന്തെടുത്ത് തലകൊണ്ട് അടിച്ചു. അടുത്ത അടി കാലിൽ പൊക്കിയായിരുന്നു. പിന്നെ സ്ലോ മോഷനിൽ ആ അടി ആവർത്തിച്ചു. നിലത്ത് വീണ ജബ്ബാറിന്റെ മൂക്കിൽ നിന്ന് ചോര പടർന്നു. വലിയ അക്ഷരത്തിൽ ഒക്ലഹാമോ എന്ന് എഴുതിയ ബനിയൻ കൂട്ടിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഗീവർഗീസ് അച്ഛൻ പറഞ്ഞു, നാളെ സൂര്യോദയം എന്നും ഉണ്ടെങ്കിൽ നിന്നെ ദില്ലിയിൽ കണ്ടുപോകരുത്. അച്ഛൻ കൈവിട്ടപ്പോൾ ജബ്ബാർ കാലുകുഴഞ്ഞ് നിലത്ത് വീണു. ലൂസിയെ അവൾ നിന്നിരുന്ന വീടിന്റെ മുമ്പിൽ ഇറക്കി വിട്ട് അച്ഛൻ തന്റെ മുറിയിലേക്ക് മടങ്ങി, ശാന്തനായി, യാതൊരു ഗൃഹാതുരത്വവും കൂടാതെ. കഥ കഴിഞ്ഞു. നിങ്ങൾ ക്ലൈമാക്സ് കണ്ടോ? ഈ ഫുട്ബോളിൽ ഇങ്ങനെ ജീവിച്ച ഗീവറീദ് അച്ഛന് അവസാനം ആ ലോഹ ഊരി വെച്ച് ജപമാല ഊരി വെച്ചിട്ട് അവസാനം ഈ ജബ്ബാറിനെ പോയിട്ട് ഒരു ഫുട്ബോൾ കളി പോലെയാണ് ജബ്ബാറുമായിട്ടുള്ള സംഘർഷം വന്നത്. ജബ്ബാറിനെ നിങ്ങൾ ഒരു ബോളായിട്ട് സങ്കല്പിക്കും. ആ ദൂരെ നിന്ന് PT മാഷ് അച്ഛൻ നോക്കുന്നത് പോലെ സങ്കല്പിക്കും. ചാവിട്ടി കൊടുക്കേണ്ടതൊക്കെ കൊടുത്ത് നാളെ നേരം വിളിക്കുമ്പോൾ നിന്നെ ഇവിടെ കാണരുത് എന്നും പറഞ്ഞിട്ടാണ് അച്ഛൻ വരുന്നത്. ഇതിനെന്തിനാണ് ഹിഗിറ്റ എന്ന് പേര് കൊടുത്തത്? ആരായിരുന്നു ഹിഗിറ്റ? താനൊരു ഗോൾ കീപ്പർ ആയിരുന്നിട്ടും ഗോൾ കീപ്പറിന്റെ ജോലി ബോൾ സേവ് ചെയ്യൽ മാത്രമാണ്. എന്നിട്ടും അതൊക്കെ ലംഘിച്ച് എവിടം വരെ? നമ്മുടെ മൈതാനത്തിന്റെ
ഒത്ത നടുവരെ ഓടുന്ന ആളായിരുന്നു ഹിഗ്ഗിറ്റ. ഇവിടെ നമ്മുടെ ഗീവർഗീസ് അച്ഛൻ പള്ളിയിൽ അച്ഛനാണ്. ആളുകളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന, ആളുകളുടെ കുമ്പസാരങ്ങൾ കേൾക്കുന്ന, ആളുകളെ ഉപദേശിക്കുന്ന, നന്മ ഉപദേശിക്കുന്ന ഒരച്ഛൻ. എന്നാൽ സാഹചര്യം ഇത്രയും മോശമായപ്പോ അവസാന നിമിഷം വരെ പറയുന്നുണ്ട് ജബ്ബാറിനെ ഈ നല്ല രീതിയിൽ നേരിടാൻ വേണ്ടിയിട്ട്. ആസിഫ് ബൾബൊക്കെ എറിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ലോഹ ഊരി വെക്കുന്നു, ജപമാല മാറ്റി വെക്കുന്നു, പോയിട്ട് ഫുട്ബോൾ ചവിട്ടുന്നത് പോലെ ജബ്ബാറിനെ ചവിട്ടിയിട്ട് ഇവിടെ കണ്ടുപോകരുതെന്നും പറഞ്ഞു ഇങ്ങ് പോരുന്നു. നമ്മളും ജീവിതത്തിൽ പലപ്പോഴും ഗീവർഗീസ് അച്ഛനായതുപോലെ ഹിഗ്ഗിറ്റമാരാവേണ്ടിയിരിക്കുന്നു. പല സാഹചര്യങ്ങളിലും നമ്മൾ സ്നേഹം, നന്മ എന്നൊക്കെ പറഞ്ഞ് കാലാകാലം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ പറ്റിച്ച ആളുകൾ പോകും, ഉള്ള ചൂഷണങ്ങളൊക്കെ ചെയ്തു പോകും. ചിലപ്പോഴെങ്കിലും നമ്മൾ ഹിഗ്ഗിറ്റ ആവേണ്ടിയിരിക്കുന്നു. വെറും ഗോൾ പോസ്റ്റിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ വിധിക്കപ്പെട്ട നമ്മൾ ചിലപ്പോഴെങ്കിലും മൈതാനത്തിന്റെ സെന്റർ വരെ ഓടേണ്ടിയിരിക്കുന്നു ഹിഗ്ഗിറ്റയെ പോലെ. ഇപ്പൊ ഗീവർഗീസ് അച്ഛൻ ജബ്ബാറിനെ നേരിട്ടതുപോലെ ചിലപ്പോഴെങ്കിലും നന്മയെ അല്ലെങ്കിൽ നീതി നിഷേധം ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മളൊക്കെ ഹിഗ്ഗിറ്റമാരാവേണ്ടിയിരിക്കുന്നു, ഗീവർഗീസ് അച്ഛന്മാരാവേണ്ടിയിരിക്കുന്നു. പലപ്പോഴും നമ്മളുടെ ഉത്തരവാദിത്തം വിട്ട് നമ്മൾ പുറത്തു പോയിട്ട് പെരുമാറേണ്ടിയിരിക്കുന്നു എന്ന് കഥ പറഞ്ഞു വെക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നതായ കമന്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് you.